സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനും ആചാരങ്ങളെ സംരക്ഷിക്കാനും അമ്പലങ്ങളെ സംരക്ഷിക്കാനും മുന്നിട്ടിറങ്ങിയ ചില ആൾക്കാരുണ്ട്. അവരാണ് ഇതിന്റെ പേറ്റന്റ് കരാറൊക്കെ എടുത്തേക്കുന്നത്. അവരെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ക്ഷേത്ര നവീകരണത്തിന്റെ പേരിൽ 12 ലക്ഷം വെട്ടിച്ചെന്ന പരാതിയിൽ പണം തിരികെ പിടിക്കാൻ കോടതി ഉത്തരവ്. പത്തനംതിട്ട പെരിങ്ങനാട് തൃച്ചെന്തമംഗലം ക്ഷേത്രത്തിലാണ് 12.52 ലക്ഷത്തിന്റെ തേക്കിന് 24.61 ലക്ഷം എഴുതിയെടുത്തത്. പ്രതികളിൽ BJP സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കുമാറും ഉൾപ്പെടുന്നുണ്ട്. വിശദാംശങ്ങൾ വിനു മോഹൻ നൽകും. വിനു, എങ്ങനെയാണ് ഈ ഒരു വലിയ തട്ടിപ്പിന്റെ വിവരം പുറത്തുവരികയും കോടതി ഇടപെടുകയും ചെയ്തത്? അഭിലാഷ, ഇത് കുറച്ചു കാലം കൊണ്ട് വിവാദങ്ങൾ ആ മേഖലയിലൊക്കെ തന്നെ ഉണ്ട്. അവിടെ ചെമ്പ് പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആരോപണമുണ്ട്. ഇതെന്തായാലും നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ സംസ്കാര മണ്ഡപം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. അതിന് തേക്കിൻ തടിയാണ് ഇതിന്റെ മേൽക്കൂര ഭാഗത്തേക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് തേക്ക് തേടി പോകുന്നു. 12 ലക്ഷം രൂപ മാത്രമാണ് തേക്ക് തടിക്കായത്. ഇവരെന്ത് ചെയ്തു? 24 ലക്ഷം രൂപയുടെ തേക്ക് തടി വാങ്ങിയെന്ന എല്ലാവർക്കും സ്വന്തം കീശ അടയ്ക്കാവുന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആചാരം സംരക്ഷിക്കാനും വിശ്വാസികളെ സംരക്ഷിക്കാനും അമ്പലം സംരക്ഷിക്കാനും ഇവർക്ക് യാതൊരു താല്പര്യമില്ല.